ഇത് ഒന്നുമില്ല. ഇത് എന്തിനോ വേണ്ടി ഒരു പടം ഇറക്കി, അത്ര. രാമായണ ഒബ്സസ്ഡ് ബോളിവുഡിൽ നിന്ന് ഒരു അത്യാധുനിക രാമായണ പടം സിംഗം അഗെയിൻ. സാധാരണ ഡയറക്ടർമാരൊക്കെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ അയ്യോ സ്പോയിലേഴ്സ് പുറത്തു വിടരുത് എന്നും പറഞ്ഞ് കെഞ്ചാറാണ് പതിവ്. പക്ഷെ ഇവിടെ ഇവന്മാര് മൊത്തം പടം അങ്ങ് ട്രെയിലർ ആക്കി ഇറക്കി വിട്ട്. യെസ് ഗൈസ്, ഈ പടത്തിന്റെ ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടത് അതൊരു 2.5 മണിക്കൂർ വലിച്ചു നീട്ടിയതാണ് ഈ പടം. സോ പടം തുടങ്ങുമ്പോ തന്നെ സിംഗം അജയൻ കാശ്മീരിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാവും. അപ്പൊ കഥ നടക്കുന്നത് കാശ്മീരിലാണല്ലോ, അതുകൊണ്ട് ഒരു ടെററിസ്റ്റ് നിർബന്ധം. ആ ഭീകരനാണ് ജാക്കി ഷറോഫ്. മൂപ്പരെ നമ്മുടെ അജയൻ നടു റോട്ടിലിട്ട് ഒരു വൻ മൽപ്പിടുത്തം നടത്തി ജയിലിൽ കയറ്റും. എടാ, പ്രേം നസീറിന്റെ കാലത്ത് വിട്ട കേസാണല്ലോടാ ഈ മൽപ്പിടുത്തമൊക്കെ. ഇനി നമുക്ക് അജയന്റെ ഭാര്യയെ പറ്റി നോക്കാം. തികഞ്ഞ രാമഭക്ത, ഒരു കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ലണ്ടനിൽ പോവാൻ നിൽക്കുന്ന മോനോട് ഓ നീ ലണ്ടനിലൊന്നും പോണ്ട, നീ ഇവിടെ രാമായണം വെച്ച് കുറച്ചാ മതി എന്ന് പറഞ്ഞ ഒരു വെറുപ്പിത്തള്ള. ഇവരുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ നാടകം നടത്തി രാമായണ റിയലാണ് മക്കളെ എന്ന് പ്രൂവ് ആക്കുക. എനിക്ക് ഈ ബോളിവുഡിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് സങ്കടം വരും. ഇവർ ഇത് എത്രാമത്തെ പടമാട രാമായണ റിയലാണെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നത്. എനിക്കാണെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്ത് മടുത്ത്. സോ ഗൈസ്, ഈ സമയത്താണ് ശ്രീലങ്ക വഴി ഇന്ത്യയിലേക്ക് വ്യാപകമായ കഞ്ചാവ് കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പോലീസ് ഫോഴ്സ് നാട്ടിലെ സിംഗങ്ങളൊക്കെ വിളിച്ചു വരുത്തി ഒരു സ്ക്വാഡ് അങ്ങ് തുടങ്ങുകയാണ്. ദി ശിവ സ്ക്വാഡ്. ഈ സ്ക്വാഡിലെ മെമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ ഒരു കാറിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കാർ നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇട്ട് നോർമലായി പുറത്തിറങ്ങും. പക്ഷെ സിംഗങ്ങൾ അങ്ങനെയല്ല. അവർ കാറ് ബേബ്ലേഡ് പോലെ കറക്കി അതിന്ന് ചാടി പുറത്തിറങ്ങും. അങ്ങനെ ആ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അജയൻ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഈ കഞ്ചാവ് കടത്തിന്റെ മെയിൻ 3 ആൾക്കാര് മധുരയിലുണ്ടെന്ന്. അതറിഞ്ഞതോടെ അവരെ പിടിക്കാൻ വേണ്ടി സിംഗം അജയൻ ദി ലേഡി സിംഗത്തെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു കൊച്ചുവാദം പിടിച്ച പോലത്തെ എക്സ്പ്രഷൻ ഇട്ട് മാസാണെന്ന് കാണിക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. ലേഡി സിംഗത്തിന്റെ ഫൈറ്റ് നമ്മുടെ മമ്മൂക്കാടെ ഫൈറ്റിന് അനുകരിക്കും വിധമാണ്. അതായത് ലേഡി സിംഗം ഒരു വട്ടം വരച്ച് അതിന്റെ ഉള്ളിൽ അങ്ങ് നിൽക്കും. വില്ലന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന് അടി വാങ്ങി അങ്ങ് പൊക്കോണം. സോ ഗൈസ്, അങ്ങനെ ലേഡി സിംഗം ആ 3 ആൾക്കാരെ മിടിച്ച് പഞ്ഞിക്കിട്ട് അറസ്റ്റ് ആക്കും. അപ്പൊ പിടിക്കപ്പെട്ടവന്മാര് സ്റ്റേഷന്റെ ഉള്ളെന്ന് പറയും, ഞങ്ങളുടെ ബോസ് ഇതറിഞ്ഞാലുണ്ടല്ലോ ഈ സ്റ്റേഷൻ മൊത്തം കത്തിക്കും, അവന്റെ പേര് കേട്ടാലേ നിങ്ങളൊക്കെ ഞെട്ടി വരയ്ക്കുമെന്ന് പറയും. അവര് പറഞ്ഞ ആ പേര് കേട്ടാലേ ഞെട്ടി വരയ്ക്കുന്ന കൊടൂര വില്ലന്റെ പേരാണ് ഡേഞ്ചർ ലങ്ക. ഇതാരടാ ഇങ്ങനൊക്കെ പേര് വില്ലനിട്ട് കൊടുക്കുന്നേ? അതും ഈ കിങ്ങിണിക്കുട്ടന്റെ മുഖം നോക്കി എങ്ങനെടാ ഡേഞ്ചർ ലങ്ക എന്നൊക്കെ വിളിക്കാൻ തോന്നി? എല്ലാം ഓരോ തോന്നലല്ലേ പത്രോസേ. അങ്ങനെ ആ ദിവസം രാത്രി തന്നെ ഡേഞ്ചർ ലങ്ക പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അതും ഒരു കാറും കത്തിച്ച് അതിന്റെ ബോണറ്റിൽ കയറിയിരുന്ന് 2 ബുൾസയും അടിച്ചോണ്ട്. കൊതം പൊള്ളി റൊട്ടിയാവുമ്പോഴും കിങ്ങിണിക്കുട്ടന്റെ ആ ചിരി നോക്കടാ. അങ്ങനെ ഡേഞ്ചർ ലങ്കയും ടീംസും ആ പോലീസ് സ്റ്റേഷൻ അങ്ങ് കത്തിക്കും. എന്നിട്ട് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി അവിടെയുള്ള ഒരു പോലീസിനെ കയറി അങ്ങ് കിസ്സടിക്കും. ഇപ്പൊ മനസ്സിലായി വെറുതെ അല്ല ഇവനെ ഡേഞ്ചർ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഡേഞ്ചർ ലങ്ക അവിടെ ഉള്ളവന്മാരൊക്കെ രക്ഷിച്ച് സ്കൂട്ടാവും. ഇതിൽ ഡേഞ്ചർ ലങ്കയ്ക്ക് ബീജം ഇട്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇനിയാണ് ഈ സിനിമ രാമായണമാവാൻ പോകുന്നത്. അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന പോലെ ദേഷ്യം വന്ന ഡേഞ്ചർ ലങ്ക വന്ന് അജയന്റെ ഭാര്യയെ അങ്ങ് തട്ടിക്കൊണ്ടു പോകും. അതെ, കിങ്ങിണിക്കുട്ടൻ എസ് രാവണൻ. ഇനി ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് രോഹിത് ഷെട്ടി കീരിക്കാട് ചെല്ലപ്പന്റെ ബാലയും സൈഡിൽ പ്ലേ ആക്കി തരും. ആധുനിക രാമായണം ബൈ കീരിക്കാട് ചെല്ലപ്പൻ ആൻഡ് സംഘം. കീരിക്കാട് ചെല്ലപ്പന്റെ ബാലയിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെയാണെങ്കിൽ അജയന്റെ ഭാര്യയെ ഡേഞ്ചർ ലങ്ക വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. അങ്ങനെ ഡേഞ്ചർ ലങ്ക അവളെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള വന്ന് സീതേച്ചിയെ രക്ഷിക്കാൻ നോക്കുന്നത്. അത് മറ്റാരുമല്ല, യെസ് ഗൈസ്, ജടായു. ഇത് എന്തൊരു അട്ടപ്പെട്ട് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ജടായുനെ. അങ്ങനെ കുട്ടമ്പിള്ള വന്നവിടെ വൻ അടിയാവും. അതിന്റെ ഇടയിൽ ആ കാറിന്റെ ഡോറിന്റെ ലോക്കൊന്ന് പൊക്കി തുറക്കാൻ പോലും ബോധമില്ലാത്ത സീതേച്ചി കുട്ടമ്പിള്ളയുടെ അടുത്ത് ആ ഡോർ ഒന്ന് തുറന്നു തരുമെന്ന് ചോദിക്കും.
അത് കേട്ടതും കുട്ടൻപിള്ള ആ ഡോറ് പറിച്ചെടുത്തങ്ങ് വലിച്ചെറിയും. അമ്മാതിരി പവറാ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവണൻ ജഡായുവിന്റെ ചിറകരിയുന്ന പോലെ ഡേഞ്ചർ ലങ്ക വന്ന് കുട്ടൻപിള്ളയുടെ കൈവെട്ടുന്നത്. ആ ഗ്യാപ്പില് സീതേച്ചി അവിടെ ഓടും. അപ്പൊ അതാ ഒരു കുറ്റിക്കാട്ടുന്ന് പുലി വരുന്നു. യെസ് ഗൈസ്, സീതേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ടൈഗർ അണ്ണൻ വരും. അപ്പൊ മൂപ്പരാണ് ലക്ഷ്മണൻ. ഇങ്ങർക്കൊരു പ്രത്യേകതയുണ്ട്. ഇയാളുടെ കാല് എക്സാക്സിസും വൈ ആക്സിസും പോലെയാണ്, ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഫുൾ ടൈം കാലിന്റെ ഇടയിൽ കുരു വന്ന പോലെ കവച്ച് വെച്ചുകൊണ്ടാണ് നടപ്പ്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. പക്ഷെ കടുവാക്കുട്ടൻ വ്യത്യസ്തനാണ്. ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോ പോലും കവച്ച് വെച്ചുകൊണ്ടേ ഇറങ്ങും. അതെന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അങ്ങനെ ടൈഗർ അണ്ണൻ കാലും കവച്ച് സീതേച്ചിയെ രക്ഷിക്കും. പക്ഷെ ആ സംഘർഷത്തിൽ ടൈഗർ അണ്ണന്റെ നടുവിനിട്ടൊരു വെടികൊള്ളും. Don't worry, मुझे कुछ नहीं होगा. എടാ, ഒരു ബുള്ളറ്റ് ആടാ നിന്റെ നടുവിന് കൊണ്ടത്. ഒരു ഉറുമ്പ് കടിച്ച് എക്സ്പ്രഷൻ എങ്കിലും ഇട്. സോ ഗൈസ്, അങ്ങനെ ടൈഗർ അണ്ണൻ സീതേച്ചിനെ കൊണ്ട് വീട്ടിൽ പോകും. അപ്പൊ അത് അങ്ങോട്ടേക്ക് കമ്പിത്തിരി മത്താപ്പം കത്തിച്ചോണ്ട് കിങ്ങിണിക്കുട്ടൻ വരികയാണ്. ജസ്റ്റ് കിങ്ങിണിക്കുട്ടൻ തിങ്സ്. എന്നിട്ട് അവിടെ അവന്മാരെ അടിച്ചോടിക്കാൻ വേണ്ടി ടൈഗർ അണ്ണന്റെ കവ ഫൈറ്റ് ആണ്. ബട്ട് ആ ഫൈറ്റിന്റെ അവസാനം ഡേഞ്ചർ ലങ്ക വെടിവെപ്പ് നടത്തി അവിടുന്ന് സീതേച്ചിനെ അടിച്ചോണ്ട് പോയി നേരെ ശ്രീലങ്കയിലെ ഒരു ഹാർബറിൽ കൊണ്ടങ്ങ് വെക്കും. അപ്പൊ ഈ ഡേഞ്ചർ ലങ്ക ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സിംഗം അജയൻ ആദ്യം ഒരു തീവ്രവാദി ജാക്കി ഷെറോഫിനെ അറസ്റ്റ് ആക്കിയില്ലേ, അത് നമ്മുടെ കിങ്ങിണിക്കുട്ടന്റെ അപ്പാപ്പനാണത്രേ. മൂപ്പരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിഡ്നാപ്പിംഗ് ഡേഞ്ചർ ലങ്ക നടത്തിയത്. എന്നിട്ട് അജയനെ വിളിച്ചിട്ട് പറയും അപ്പാപ്പനെ തിരിച്ചു തന്നിട്ട് നീ സീതേച്ചിനെ കൊണ്ട് പോയിക്കോ എന്ന്. സോ ഗൈസ്, അതിനത്ര സമ്മതമല്ലാത്ത അജയൻ സീതേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു അപരാധ മൂർത്തിയെ ഇറക്കി വിടുകയാണ്. സിംബ, അതായത് ഹനുമാൻ. നീ സുലൈമാനല്ല, ഹനുമാനാണ്. ഈ പടത്തിൽ ഇങ്ങരുടെ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അൾട്രാ പ്രോമാക്സ് വെറുപ്പിക്കലാണ്. അങ്ങനെ സിംബയും സിംഗം അജയനും കൂടി ശ്രീലങ്കയിൽ പോവും സീതേച്ചി ഇറക്കാൻ വേണ്ടി. എന്നിട്ട് ഹനുമാൻ സീതേന്റെ അടുത്ത് രാമൻ എത്തിയിട്ടുണ്ടെന്ന് മെസ്സേജ് കൊടുക്കാൻ പോണ പോലെ സിംബ സീതേച്ചിയുടെ അടുത്തേക്ക് അങ്ങ് പോകും. ഈ രാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. ഇങ്ങനെ മെസ്സേജ് കൊടുക്കാൻ പോയി ഡേഞ്ചർ ലങ്കയുടെ കയ്യിൽപ്പെട്ട സിംബ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലങ്കാ ദഹനം നടത്തുകയാണ്. ഹനുമാന്റെ ലങ്കാ ദഹനം. അതായത് നിറയെ ഗ്യാസ് കുറ്റി നിറച്ചൊരു പിക്കപ്പ് വണ്ടി എടുത്ത് അതിന്ന് ഗ്യാസ് കുറ്റി വലിച്ചെറിഞ്ഞ് ശ്രീലങ്ക മൊത്തം അങ്ങ് കത്തിച്ചളയും. ഇവിടെ സിംബ ഇങ്ങനെ സീതേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി അതിഗംഭീര സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുകയാവും. ആ സമയത്താണെങ്കിൽ നമ്മുടെ അജയനോ സ്വന്തം ഭാര്യ കിഡ്നാപ്പായി കിടക്കുമ്പോ പോലും ശ്രീലങ്ക മൊത്തം ട്രിപ്പ് അടിച്ച് നടന്ന് രാമായണത്തിന്റെ തെളിവുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഹനുമാന്റെ കാൽപാദം, രാവണക്കോട്ട, അങ്ങനെ അങ്ങനെ. ഇന്നൊരു ദിവസത്തേക്ക് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തു. ബഹാദൂർ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. വളരെ ഫ്രണ്ട്ലിയായ ഒരു ചെറുപ്പക്കാരൻ. കാലമേറെ കഴിഞ്ഞെങ്കിലും സമ്പുഷ്ടമായ തങ്ങളുടെ സംസ്കാരത്തെ. എടാ അജയ, നിന്റെ സ്വന്തം ഭാര്യയാണ് അവിടെ ചാവൻ കിടക്കുന്നേ. അതിന്റെ ഇടയിലാണ് നീ ഇവിടെ ഹിസ്റ്ററി ക്ലാസ്സും എടുത്തോണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ ലങ്ക ദഹനം കഴിഞ്ഞതും സിംബ നേരെ ഓടി ഒരു കല്യാണ പന്തലിലേക്ക് കയറി ചെല്ലും. അപ്പൊ അവിടെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് വിളിക്കാത്ത കല്യാണത്തിന് കയറി ഫുഡ് അടിച്ചോണ്ടിരിക്കുന്ന അജയൻ നിൽക്കുന്നു. എന്നിട്ട് സിംബയും സിംഗം അജയനും കൂടി അവിടെ ഒരു സംഘർഷം നടത്തി ആ കല്യാണം അങ്ങ് മുടക്കും. സോ ഗൈസ്, അങ്ങനെ സീതേച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞ സിംബ അജയനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും അവരവിടെ പോയി ഡേഞ്ചർ ലങ്കനെ ഇടിച്ചു പരത്തി സീതേച്ചിനെ എടുത്തു കൊണ്ടുവരുമെന്ന്. ബട്ട് ഗൈസ്, സിംബേനും അജയനെയും സീതേച്ചിനെയും ഡേഞ്ചർ ലങ്ക അവിടെ റൂമിലിട്ട് അങ്ങ് പൂട്ടും. അങ്ങനെ അവസാനം ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ സിംഹങ്ങളും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് രാമനും ഹനുമാനും ലക്ഷ്മണനും ദീപേച്ചിയും അവിടെ ഗ്രാവിറ്റി വരെ കുറിച്ച് നിർത്തി അടി നടത്തും. ഈ സമയത്ത് അവൻ ദേഷ്യം വന്ന കിങ്ങിണിക്കുട്ടൻ സീതേച്ചിനെ കൊല്ലാൻ വേണ്ടി ഒരു ലോറി വിടുന്നത്. അയ്യോ, നമ്മുടെ സീതേച്ചി തീർന്നോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചോണ്ട് ഗരുഡൻ കുമാർ വരുന്നത്. മൂപ്പര് പറന്നല്ലേ വരുന്നത്, അതുകൊണ്ട് മൂപ്പരാണ് ഗരുഡൻ. എന്നിട്ട് സീതേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു മിസൈൽ അങ്ങ് വിടും. എടാ, നിന്റെയൊക്കെ തൊട്ടടുത്ത് ഇപ്പൊ പൊട്ടിയതൊരു മിസൈലാണ്, അല്ലാണ്ട് ഓലപ്പടക്കമല്ല. ഒന്ന് തെറിച്ച് വീഴെങ്കിലും ചെയ്യണം. അങ്ങനെ രാമനും ലക്ഷ്മണനും ഹനുമാനും ഗരുഡനും ദീപച്ചിയും കൂടി ഹെലികോപ്റ്ററും കാറും എടുത്തു വന്ന് അവിടെ ഡ്രിഫ്റ്റ് അടിച്ച് വെടിവെക്കും. ഇതൊക്കെ കിങ്ങിണിക്കുട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി നമുക്ക് സീതേച്ചി അവിടെ നിന്ന് എസ്കേപ്പ് ആക്കണമല്ലോ. തൊട്ട മോളിൽ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ ഇവർ ഈ കാറിൽ കയറ്റി സീതേച്ചിനെ ഹെലികോപ്റ്ററിന്റെ മേലെ കൂടെ ചാടിച്ച് ഒരു കണ്ടെയ്നറിന്റെ മേലെ കൂടെ ഓടിച്ചു പോകും. ഈ നേരം കൊണ്ട് ആ കാറൊന്ന് നിർത്തി സീതേച്ചിനെ ഹെലികോപ്റ്ററിൽ കയറ്റി കരക്കെത്തിച്ചാ പോരായിരുന്ന പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ.
പകരം ഇവര് ആ കാറിൽ സീതേച്ചിനെ കൊണ്ട് തൂക്കി വെച്ചൊരു കണ്ടെയ്നറിന്റെ മേലെ കയറി ഊഞ്ഞാലടാൻ പോവും. എന്നിട്ട് ഇനി എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴതാ ഹെലികോപ്റ്റർ എടുത്ത് ഗരുഡൻ കുമാർ വന്ന് ക്രെയിനിന്റെ മേലെ കൂടെ ഓടി കണ്ടെയ്നറിന്റെ മേലേക്ക് ചാടി ആ വള്ളി വെടിവെച്ച് പൊട്ടിച്ച് ഇവര് താഴെ ഇറക്കും. മിഷൻ സക്സസ്, സീതേച്ചി സേഫ്. ഈ ഗ്യാപ്പിലാണ് ഡേഞ്ചർ ലങ്ക് അവിടുന്ന് ഒരു കാർ എടുത്ത് എസ്കേപ്പ് ആവുന്നത്. അപ്പൊ പിന്നാലെ പോയി പിടിക്കാൻ വേണ്ടി സിംഗം മജീൻ അവിടെ പല കാറുകളും അവൈലബിൾ ആണ്. ജി വാഗൺ, റേഞ്ച് റോവർ, എല്ലാത്തിന്റെ ചാവിയും മുപ്പരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഈ കണ്ട ജി വാഗണും റേഞ്ച് റോവറും ഒന്നും എടുക്കാതെ സിംഗം മജീന്റെ കണ്ണുടക്കിയത് ഒരു സ്കോർപിയോയുടെ മേലെയാണ്. അയ്യപ്പന് പുലി എന്ന പോലെയാണ് സിംഗപ്പന് സ്കോർപിയോ. അങ്ങനെ സിംഗം മജീൻ ആ സ്കോർപിയോ എടുത്തോണ്ട് ഡേഞ്ചർ ലങ്കന്റെ പിന്നാലെ അങ്ങ് പോകും. അവസാനം അജയൻ കിങ്ങിണിക്കുട്ടനെ ചേസാക്കി പിടിച്ച് ഒരു മൽപ്പിടുത്തം നടത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു കൊടിയെടുത്തെറിഞ്ഞ് കുത്തിക്കൊല്ലും. പടം കഴിഞ്ഞ്. ഈ അപരാധത്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ കാരണം ഒരേ ഒരാളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, ബസ്താരത, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കൈൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.